4 വിഭാഗക്കാരാണ് പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുന്നത് എന്നാണ്. 4 കൂട്ടക്കാരാണ് പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുക. ഒന്ന് സ്വാലിഹീങ്ങൾ. ഏതൊരു നല്ല മനുഷ്യനെടുത്ത് പരിശോധിച്ച് നോക്കി, ഒരു ഔലിയപ്പാപ്പാനെ, ഒരു ദുആക്ക് ഇജാബത്തുള്ള ആളെ, ഒരു സ്വാലിഹായ മനുഷ്യനെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രാവിലെ നേരത്തെ എഴുന്ന ആളേക്കാരം. സുബഹിക്ക് നീച്ചാതെ കടന്നുറങ്ങുന്ന ആളിൽ ഒരു ദുആക്ക് ഇജാബത്തുള്ള ആളുണ്ട് ഉണ്ടാവില്ല. അങ്ങനെ സംഭവം ഉണ്ടാവില്ല. സ്വാലിഹീങ്ങളൊക്കെ രാവിലെ നേരത്തെ എഴുന്നേൽക്കും. ഒന്ന്. രണ്ടാമത്തേത്, പാരമ്പര്യമായി പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കൽ ശീലിച്ചു വന്ന ചില ഗുരുക്കന്മാരും അവരെ തുടർന്ന ആളുകളും പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കും. പാരമ്പര്യശീലം. മുസ്ലിങ്ങളാവണമെന്നില്ല, അല്ലാതെ തന്നെ പാരമ്പര്യശീലം വെച്ച് പോരുന്നവർ. ഗുരു നിത്യചൈതന്യതി ഉദാഹരണം, രാവിലെ 4 മണിക്ക് ക്ലാസ് ആരംഭിക്കുമായിരുന്നു. 8 മണി വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. 8 മണി കഴിഞ്ഞാൽ പിന്നെ ചെല്ലുന്ന ഒരാൾക്ക് സംശയത്തിന്റെ മറുപടി പോലും പറഞ്ഞു കൊടുക്കൂല. പിറ്റേന്ന് രാവിലെ 4 മണിക്ക് വരാൻ പറയും. പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുക. അപ്പൊ പാരമ്പര്യമായി അങ്ങനെ ശീലമുള്ളത്. 3ഉം 4ഉം അത്ഭുതമാണ്. 3ാമത്തെ കൂട്ടരും 4ാമത്തെ കൂട്ടരും അത്ഭുതമാണ്. 3ാമത്തെ ആരാന്നറിയങ്ങള് തൊട്ടിലിൽ കിടക്കുന്ന കുട്ടികൾ. ചെറിയ കുട്ടി. ചെറിയ എല്ലാ കുട്ടികളും ഉണരുന്നത് സുബഹിന്റെ അല്പം മുമ്പായിരിക്കും. പെരയില് കുട്ടിയുള്ളവർക്ക് ഇന്ന് പോയിട്ട് അലാറം വെച്ചിട്ട് നീച്ചിട്ട് നോക്കാം. അലാറം വെച്ചാലേ നമ്മൾ നീച്ചുള്ളൂ, അതുകൊണ്ട് പറഞ്ഞാണ്. ഇന്ന് പോയിട്ട് നോക്കാം. സുബഹിന്റെ മുമ്പ് ഉണരും. തൊട്ടിലിൽ കിടക്കുന്ന പാല് കുടിക്കുന്ന ഏത് കുട്ടിയും ഉണരും സുബഹിന്റെ മുമ്പ്. കുട്ടികൾ പെരയിലുള്ളവര് ഇന്ന് പോയിട്ട് നോക്കിക്കോളി. എല്ലാ കുട്ടികളും. എന്താ കാരണം? അള്ളാഹു കുട്ടികൾക്ക് വലിയ സംരക്ഷണം ഏർപ്പെടുത്തുന്നു എന്നതാണ് കാരണം. ഈ ലോകത്ത് അള്ളാഹു തആല ഏറ്റവും കൂടുതൽ സംരക്ഷണം കൊടുക്കുന്നത് കുട്ടികൾക്കാണ്. ചെറിയ കുട്ടികൾ. എല്ലാ കുട്ടികളും നേരത്തെ എഴുന്നേൽക്കും. ഉമ്മ പറയും, അല്ലെങ്കിൽ അമ്മായിമ്മ പറയും, ആ കുട്ടി ആ പെമ്പറന്നോളം ഉറങ്ങാൻ തന്നെ അയക്കണില്ല, നേർത്തണ്ട് നീച്ചു എന്ന് പറയും. എന്നിട്ട് പിന്നെ തൊട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ആട്ടിയിട്ട് വീണ്ടും ഉറക്കാൻ വേണ്ടി ശ്രമിക്കും. കുറെ കഴിയുമ്പോൾ ഉമ്മാന്റെ ശീലത്തോട് കുട്ടി യോജിച്ച് ഉറങ്ങലോടും. നേരത്തെ ഉണരുന്നതിലെ 3ാമത്തെ അത്ഭുതമാണ് കുട്ടികൾ. എന്തിനാ കുട്ടി ഉണരുന്നത്? എന്തിനാ സുബഹിന്റെ മുമ്പ് ഉണരുന്നത് അറിയാവും? ഒരു കുട്ടിക്ക് മുല കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് സുബഹിന്റെ മുമ്പുള്ള സമയം. നോമ്പ് തുറക്കുന്ന സമയത്ത് പത്തിരി ഇട്ട് കൊടുക്കൽ സുന്നത്തില്ല. കൊണ്ടുവച്ചാ മതി, ആവശ്യമുള്ളവരിട്ട് കഴിക്കുക വേണ്ടേ. എന്നാൽ ഒരു ഈത്തപ്പഴത്തിന്റെ കീറ് കൊണ്ടെങ്കിലും അത്താഴം കഴിക്കണേ. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആൾക്കാര് പറയും, ഞാൻ രാത്രി ചോറ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്താഴം ഒന്നും കഴിക്കൂല. നോന്റെ ചാര അത് വലിയ അഭിമാനാണ് എന്നാണ്. ഒരഭിമാനവും ഇല്ല. സുബഹിന്റെ മുമ്പ് ഈച്ചിങ്ങാണ്ട് രാത്രി പകുതി കഴിഞ്ഞതിന് ശേഷം അത്താഴം കഴിക്കുന്നതിലാണ് അഭിമാനമുള്ളത്. സുബഹിന്റെ മുമ്പുള്ള സമയം കുട്ടികൾ ഉണരുന്നത് മുല കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയമാകുന്നു അത്. അപ്പൊ ഉമ്മ എന്ത് വേണം? ഉമ്മ സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കണം. എഴുന്നേറ്റിട്ട് മൂത്രമൊഴിച്ച് വൃത്തിയാവണം. മുലക്കണ്ണ് കഴുകി വൃത്തിയാക്കണം. എഴുന്നേറ്റിരുന്നു കൊണ്ട് ബിസ്മി ചൊല്ലി സുബ്ഹാനല്ലാഹ് എന്ന ദിക്റ് ചൊല്ലിക്കൊണ്ട് കുട്ടിക്ക് മുല കൊടുക്കണം. ഒരിക്കലും കിടന്നുകൊണ്ടോ പകുതി ഉറക്കത്തിലോ മുല കൊടുക്കാൻ പാടില്ല. ഗഫലത്ത് എന്ന അശ്രദ്ധ കുട്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതാണ്. മുല കൊടുക്കണ സമയത്തുള്ള അമ്മാന്റെ ചിന്ത കുട്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഒരു മുല കൊടുക്കണ സമയത്ത് ഒരു ഉമ്മ ചിരിച്ചാൽ കുട്ടിയും ചിരിക്കും, ഉമ്മ കരഞ്ഞാൽ കുട്ടിയും കരയും. മുലൊടുക്കണ സമയത്ത് ഉമ്മ ചിരിച്ചാൽ കുട്ടി ചിരിക്കും, വെറുതെ ചിരിച്ചാൽ മതി. ഉമ്മ നിലവിളിച്ചാൽ കുട്ടി നിലവിളിക്കും. എന്താ കാരണം? ഉമ്മാന്റെ ചിന്ത കുട്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയമാണ് മുലൊടിക്കുന്ന സമയം. അതുകൊണ്ട് ഒരിക്കലും കടന്നുകാണ്ട് കൊടുക്കാൻ പറ്റൂല. എഴുന്നേറ്റിരിക്കണം. ഉറക്കം വരാത്ത, ഇരുന്നിട്ടും ഉറക്കം വരികയാണെങ്കിൽ നടന്നിട്ട് കൊടുക്കണം. ഉറങ്ങിക്കാണ്ട് കൊടുക്കാൻ പാടില്ല. ഗഫലത്ത് എന്ന അശ്രദ്ധ. ഈ കുട്ടിനെ പിന്നെ ഹാഫിളാവാൻ വേണ്ടി ഒരു കോളേജിലല്ല 10 കോളേജ് ഒപ്പം ചേർത്തിട്ടും കാര്യമില്ല. അവനിൽ അശ്രദ്ധ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു.
ആരെ ഇൻസ്റ്റാൾ ചെയ്തത്? ഉമ്മ. എന്തേ കാരണം? സുബീന്റെ മുമ്പ് കുട്ടി മുലടിക്കാൻ വേണ്ടി ഉണർന്നീന്ന് കൊടുത്തില്ല. ശ്രദ്ധ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന സ്ഥലം സമയം അപ്പോഴാണ്. അപ്പോൾ ശ്രദ്ധ കൊടുക്കണം, അശ്രദ്ധ കൊടുക്കരുത്. ഇതന്നെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ സമയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണത്. സമയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയമാണ്. സുബ്ഹിന്റെ അല്പം മുമ്പുള്ള സമയം. നബി തങ്ങൾക്ക് സുബ്ഹിന്റെ ശേഷം ജനിക്കുകയാണെങ്കിൽ അബ്ദുൽ മുത്തലിബിനോട് പോയി വിവരം പറയാൻ നല്ല സൗകര്യമാകുമായിരുന്നില്ലേ? നേരം വെളുത്തിട്ടാണെങ്കിൽ നല്ല സൗകര്യമല്ലേ? എന്തിനെ സുബ്ഹിന്റെ മുമ്പായത്? ബറക്കത്തുള്ള സമയമാണത്. എല്ലാ ദിവസവും രാവിലെ സുബ്ഹിന്റെ മുമ്പ് എഴുന്നേൽക്കുക എന്നത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയത്ത് എല്ലാ ദിവസവും ജനിക്കലാണ്. ഓരോ ദിവസവും രാവിലത്തേത് പുനർജന്മമാണ് എന്നാണ് ഇസ്ലാമിക അധ്യാപനം. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ദ്വാരക്കും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ മാതനി വഇലൈഹിൻ നുശൂർ. ഇന്നലെ മരിപ്പിച്ച് ഇന്ന് ഹയാത്താക്കിയ അല്ലാഹുവേ, നിനക്കാകുന്നു എല്ലാ സ്തുതികളും. ഇന്നലെ മരിച്ച് ഇന്ന് രണ്ടാമത് ഹയാത്താകുകയാണ് എന്നർത്ഥം. ഓരോ ദിവസവും ഹയാത്താകുന്നത്, ഓരോ ദിവസവും പുനർജനിക്കുന്നത് നബിതങ്ങൾ ജനിച്ച സമയത്താവുക എന്നതാണ് പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുന്നതിന്റെ പ്രത്യേകത. നാലാമത്തതും അതുപോലെ അത്ഭുതമാണ്. നാലാമത് പുലർച്ചെ ഉറക്കം വരാത്തത് ഗർഭിണികൾക്കാണ്. പള്ളയിലുള്ള പെണ്ണുങ്ങൾക്ക് പുലർച്ചെ ഉറക്കം വരില്ല, സുബീന്റെ മുമ്പ് ഉണരും. എന്താ കാരണം? അതിന്റെ കാരണം അവരുടെ വയറ്റിലുള്ള കുട്ടി തന്നെയാണ് കാരണം. വയറ്റിലുള്ള കുട്ടികൾക്ക് അള്ളാഹു നൽകുന്ന സംരക്ഷണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഗർഭിണികളും സുബഹിന്റെ മുമ്പ് ഉണരുന്നതിന്റെ കാരണം. അതുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, എന്റെ ഉമ്മത്തിന് പ്രഭാതത്തിൽ ബറക്കത്ത് ചെയ്യണേ. സമയങ്ങളിൽ വെച്ച് ഏറ്റവും ബറക്കത്തുള്ള സമയം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയമാകുന്നു. സുബ്ഹിയുടെ അല്പം മുമ്പുള്ള സമയമാകുന്നു. ഇങ്ങനെ എല്ലാറ്റിലും ബറക്കത്തിനെ സൂക്ഷിക്കണമെന്നാണ്. സമ്പത്തിലെ ബറക്കത്ത്, മക്കളിലെ ബറക്കത്താണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മാറിയതാണ്. ബഹുമാനപ്പെട്ട സയ്യിദ്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നിങ്ങളെ തോട്ടം വേണ്ട, എനിക്ക് നിങ്ങളെ ബാക്കിയുള്ളതും വേണ്ട. എനിക്ക് നാളെ നേരം വെളുത്താല് അങ്ങാടിയിൽ കച്ചവടം കിട്ടുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ നേരം വെളുത്തേക്കിന് കൂട്ടിയിട്ട് മാർക്കറ്റ് കൊണ്ടുപോയിട്ട് ഒരു മൂല കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ നല്ല കച്ചവടം ഉണ്ടായാലുണ്ട്, ഇവിടെ ഇരുന്നാൽ കച്ചവടം കിട്ടുന്ന തോന്നുന്നത് പറഞ്ഞു. ആയിക്കോട്ടെ. എല്ലാ സ്ഥലത്തും കച്ചവടം ഉണ്ടാവൂല, ചില സ്ഥലത്ത് കച്ചവടം ഉണ്ടാവും. കച്ചവടം കിട്ടാത്ത ബർക്കത്തില്ലാത്ത സ്ഥലമാണെന്ന് മനസ്സിലായാല് എത്രയും നേരത്തെ പൂട്ടിയാൽ അത്രയും നഷ്ടത്തിന്റെ കണക്ക് കുറക്കാൻ പറ്റും. ബർക്കത്തില്ലാന്ന് തോന്നിയാൽ എന്നാലും പിന്നെ ഒന്ന് നോക്കട്ടെ എന്ന് തീരുമാനിക്കരുത്, വേഗം പൂട്ടുക നല്ലത്. എന്നാ നഷ്ടം അത്രയും കുറയും. തന്നെ ബർക്കത്ത് എല്ലാ സ്ഥലവും എല്ലാവർക്കും ബർക്കത്ത് ഉണ്ടാവില്ല. അങ്ങനെ ഏതായാലും ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. മൂപ്പര് കയ്യിലുള്ള ചില്ലറ പൈസക്ക് എന്തോ ഒന്ന് വാങ്ങിങ്ങാണ്ട് ഒരു ടവല് വിരിച്ചിങ്ങാണ്ട് അതിൽ വെച്ചിട്ട് അവിടെ ഇരുന്നു. ഇരിക്കാൻ ഒഴിവില്ലാതെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, വിൽക്കാനാ ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്താ വേണ്ടത് ചോദിച്ചു. ചെറിയൊരു ലാഭം കൂട്ടിങ്ങാണ്ട് പറഞ്ഞു. ആ സാധനം കൊടുത്തു. അതും കൂടിയും കൂട്ടിങ്ങാണ്ട് വേറെ സാധനം വാങ്ങി മുണ്ട് വിരിച്ചിങ്ങാണ്ട് ഇരുന്നു. വിൽക്കാൻ ഒഴിവില്ലാതെ ഒരാൾ വന്നിട്ട് വിൽക്കാനോ ചോദിച്ചു. ആന്ന് പറഞ്ഞു. ചെറിയൊരു ലാഭം കൂട്ടിങ്ങാണ്ട് പറഞ്ഞു. പിന്നെ അതും കൂടിയും കൂട്ടിക്കാണ്ട് വേറെ സാധനം വാങ്ങി. അങ്ങനെ കച്ചവടക്കാരനായി. ഭയങ്കര കച്ചവടം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ കാര്യത്തിൽ അത്ഭുതമായി. എന്റെ കാര്യത്തിൽ അത്ഭുതമായി. എന്തേ? ദരിദ്രനായി തുടരുന്നതിന്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു രഹസ്യം ഇരിക്കുന്നുണ്ടെന്നാണ്. എന്തായാലും നല്ല കേട്ടോളേ, 25 വരുന്നുണ്ടല്ലോ. ഒരാൾ തന്റെ സ്വന്തം ശരീരത്തിന്റെ മേൽ സഹായാഭ്യർത്ഥനയുടെ ഒരു വാതിൽ തുറന്നാൽ അള്ളാഹു അവന്റെ മേൽ
ദാരിദ്ര്യത്തിന്റെ 70 വാതിൽ തുറക്കും. ദരിദ്രനായി തുടരുന്നതിന്റെ പിന്നിൽ ദരിദ്രനായണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു പ്രശ്നമുണ്ട്. രോഗിയായി തുടരുന്നതിന്റെ പിന്നിൽ രോഗിയാണ് എന്നതിൽ അഭിമാനം കണ്ടെത്തുന്നുണ്ട് എന്ന ഒരു പ്രശ്നം ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവൂല. മനസ്സിലാകുന്നത് വരെ ഞാൻ പറയും, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ തയ്യാറായാൽ മതി. എന്താ പറഞ്ഞു? ആദ്യം പറഞ്ഞത് ദരിദ്രനാകുന്നതിന്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ ആഗ്രഹിക്കുന്നു എന്നൊരു വിഷയമുണ്ട്. 25,000 സക്കാത്ത് കിട്ടിയെന്ന് വിചാരിക്കുക. 25,000 നേരം വെളുത്തേക്കിന് സുബീന്റെ മുമ്പ് തന്നെ ഇറങ്ങി പുറപ്പെട്ടു. എല്ലാവരുടെ അടുത്തും പോയിട്ട് 50 ഉറുപ്പ്യ വാങ്ങി കുറച്ച് പൈസ കിട്ടി. ആ പൈസക്ക് ഇങ്ങനെ കിട്ടിയിട്ട് വൈകുന്നേരം ഇങ്ങനെ വന്നുങ്ങാണ്ട് അതിങ്ങനെ നോക്കിയിട്ട് എണ്ണിങ്ങാണ്ട് അങ്ങനെ മനസ്സിൽ പറയും, പടച്ചോനെ ഇക്കൊല്ലത്തെ 25,000 ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പടച്ചോനെ കായ് വളരെ കുറവായിരുന്നു. അടുത്ത കൊല്ലത്തെ 25,000 കുറച്ച് തോനക്കായി തരണേ അല്ലാ. അവന്റെ കൽബിലുള്ള ആഗ്രഹം എന്താ? അതിന്റെ അർത്ഥം അടുത്ത കൊല്ലത്തെ 25,000 എന്നെ തെണ്ടിയാക്കണേ എന്നല്ല അതിന്റെ അർത്ഥം. എന്താ ഓനെ നേരെ തിരിച്ചാഗ്രഹിച്ചാല്, പടച്ചോനെ ഈ കൊല്ലത്തെ 25,000 എനിക്ക് ആൾക്കാരിൽ നിന്ന് കായ് വാങ്ങേണ്ടി വന്നു. അടുത്ത കൊല്ലത്തെ 25,000 എല്ലാവർക്കും പൈസ കൊടുക്കാനുള്ള ഒരു തൗഫീഖ് നീ എനിക്ക് തരണേ പടച്ചോനെ എന്ന് ദ്വാരന്നിരുന്നെങ്കിൽ എന്താ അള്ളാഹ്ക്ക് നമുക്ക് തരാൻ പാടില്ല എന്ന് വല്ല വാശിയുണ്ടോ? ദരിദ്രനായി തുടരുന്നതിന്റെ പിന്നിൽ എന്താ ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അത് പൊട്ടുമുറിയൊന്നുമല്ല. ബർക്കത്ത് നമ്മളുള്ള ബർക്കത്ത് നമ്മൾ കളയണ തന്നെയാണ്. നമ്മളുള്ള ബർക്കത്ത് നമ്മൾ തന്നെ കളയണത്. എന്താ മുതലാളിയാവാൻ ആഗ്രഹിച്ച വല്ല പ്രശ്നമുണ്ടോ? അള്ളാഹുവേ 3 സെന്റ് സ്ഥലം അതില് ചെറിയ ഒരു പെരിന്തരനെ പഠിച്ചോനെ മൂപ്പര് ദ്വയണത്. ഉംറക്ക് പോയിട്ട് അവിടുന്ന് ദ്വരക്ക 3 സെന്റ് സ്ഥലം അതില് ചെറിയൊരു പെരി. അള്ളാന്റെ അടുത്ത് 10 സെന്റ് ഇല്ലല്ലോ എനിക്ക് തരാന്. ആരോടാ ഈ ദ്വരക്കണേ? 10 സെന്റ് ഇല്ലാത്തവനോടാ ദ്വരക്കണേ. എന്താ ഒരു 10 സെന്റ് സ്ഥലം അതിലൊരു 2 നിലയുള്ള പെരിയും മുറ്റത്തൊരു കാറോ ഒക്കെ ആഗ്രഹിച്ചാ വരിക. ആഗ്രഹിച്ചാലേ കിട്ടൂ, അല്ലാത്ത കിട്ടൂല. കൽബിന്റെ ആഗ്രഹത്തെയാണ് ദുആ എന്ന് പറയുന്നത്. കൽബിന്റെ ആഗ്രഹം ദുആയിലെ ഏറ്റവും പ്രധാനമാണ്. അപ്പൊ എന്തേ ദരിദ്രനായി തുടരുന്നതിന്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ അവൻ ആഗ്രഹമുണ്ട് എന്നൊരു വിഷയം ഇരിക്കുന്നുണ്ട്. ഞാൻ സാധുവായാ മതി എന്നൊരു ചിന്ത അവന്റെ അടുത്തുണ്ട്. രോഗിയായി തുടരുന്നതിന്റെ പിന്നിൽ രോഗത്തിൽ അഭിമാനം കണ്ടെത്തുന്നുണ്ട്. ഞാൻ ഒരിക്കങ്ങനെ ആ മണ്ണാർക്കാട് ഭാഗത്ത് പാലക്കാട് ഭാഗത്തേക്ക് ഒരു പരിപാടിക്ക് പോയപ്പോ എൻ്റെ ഒപ്പം ജാമ്യയിൽ പഠിച്ചിരുന്ന ഒരാള് ഖുതുബോദിനൊരു പള്ളി കയറി അസർസ്കരിക്കാന്. അപ്പൊ അസർസ്കാരം കഴിഞ്ഞപ്പോ മൂപ്പര് ഓടി വന്നിട്ട് മുന്നിലുള്ള ഒരു ബേക്കറിയിൽ നിന്ന് ഒരു ചായ ഒരു കടിയൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞാൻ അതിങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോ ഒരു വയസ്സായ ആള് വന്നു. വയസ്സായ ആള് അപ്പൊ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഫൈസിനോട് പറഞ്ഞു, ഞങ്ങളെ മഹലിന്റെ വൈസ് പ്രസിഡന്റ് ആണ്, ഇവിടുത്തെ എല്ലാ ദീനീ കാര്യങ്ങൾക്കും മൂപ്പര് മുമ്പന്തിയിലുണ്ടാവും, നിങ്ങൾ മൂപ്പരിക്ക് വേണ്ടി ദ്വാരക്കണം, മൂപ്പരിക്ക് ഒരു ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ ഇയാൾ ഇങ്ങോട്ട് നീച്ചിട്ട് പറഞ്ഞു, ഒരു ബൈപ്പാസോ 2 ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ട് അന്ന് വല്ല ആന ഉണ്ട് എന്ന് പറയും പോലെ. ഈ ബൈപ്പാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞത് ഇത്ര അഭിമാനമുള്ളൊരു വിഷയമാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. കല്യാണ നിശ്ചയത്തിന് പോയിട്ടേ ഒരു മധുരമില്ലാത്ത ചായ എന്ന് പറയുമ്പോ മൂപ്പര് വിചാരം ഇതെന്തോ വല്ല സർട്ടിഫിക്കറ്റ് ആണ് എന്നാണ്. മധുരമില്ലാത്ത ചായ കല്യാണ നിശ്ചയത്തിന് പോകാനുള്ള യോഗ്യതയാണ് അത് എന്നാണ് മൂപ്പര് വിചാരം. ഞാൻ എന്തങ്ങോട്ട് പറഞ്ഞത്, രോഗിയായി തുടരുന്നതിന്റെ പിന്നിൽ രോഗിയാകുന്നതിൽ അഭിമാനം കാണുന്നു എന്ന ഒരു പ്രശ്നമുണ്ട്. 8 ദിവസം ആശുപത്രിയിലായിരുന്നു, കോഴിക്കോട് ഡാഷ് ആശുപത്രിയിൽ എന്ന് പറയുമ്പോ അതിന്റെ അവതരണം കേട്ടാൽ മൂപ്പര് വല്ല കുവൈത്തുനിന്ന് വരികയാണെന്ന് അപ്പൊ പറഞ്ഞത് തോന്നും. ആശുപത്രി കടന്ന് എത്ര വലിയ അഭിമാനമുള്ള കാര്യം.
രോഗിയായി തുടരുന്നതിന്റെ പിന്നിൽ രോഗത്തിൽ അഭിമാനം കാണുന്നുണ്ട് എന്ന ഒരു പ്രശ്നമിരിക്കുന്നു. ദരിദ്രനായി തുടരുന്നതിന്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു പ്രശ്നം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് സക്കാത്ത് കിട്ടാൻ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ്. സക്കാത്ത് വാങ്ങേണ്ടി വരുന്ന അവസ്ഥ ഇല്ലാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ ദുആ ചെയ്യേണ്ടത് എന്നാണ്. സക്കാത്ത് വാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അതാണ് പ്രധാനപ്പെട്ട ദുആ. ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. ഏത് റമദാൻ മാസത്തിലാണോ എനിക്ക് സക്കാത്തിന്റെ അവകാശം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പ്രസംഗിച്ചത്, ആ റമദാനിന് ശേഷമാണ് ആദ്യമായി സ്വന്തമായി കാർ വാങ്ങിയത്. ഞാനൊരു സത്യം നിങ്ങളോട് പറഞ്ഞത്, ദരിദ്രനായി തുടരുന്നതിന്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ ആഗ്രഹിക്കുന്നു എന്നൊരു രഹസ്യം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ബറക്കത്തിന്റെ വഴികൾ നമുക്ക് മുമ്പിൽ നമ്മൾ തുറക്കണം. ബറക്കത്തില്ലായ്മയുടെ വഴികൾ തുറക്കരുത്. നമ്മളുള്ള ബർക്കത്ത് നമ്മൾ തന്നെ കളയണത് എന്നർത്ഥം. സമയത്തിൽ ബറക്കത്തുണ്ട്. സമയത്തിലെ ബറക്കത്ത് പ്രഭാതത്തിലാണ്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. അല്ലാഹുവേ, എന്റെ ഉമ്മത്തിന് പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചെയ്യണേന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. പ്രഭാതത്തിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നവർക്ക് വലിയ ബറക്കത്തേക്കാരം. 4 വിഭാഗക്കാരാണ് പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുന്നത് എന്നാണ്. 4 കൂട്ടക്കാരാണ് പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുക. ഒന്ന് സ്വാലിഹീങ്ങൾ. ഏതൊരു നല്ല മനുഷ്യനെടുത്ത് പരിശോധിച്ച് നോക്കി, ഒരു ഔലിയപ്പാപ്പാനെ, ഒരു ദുആക്ക് ഇജാബത്തുള്ള ആളെ, ഒരു സ്വാലിഹായ മനുഷ്യനെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാല് രാവിലെ നേരത്തെ അയച്ചണ ആളേക്കാരം. സുബൈക്ക് നീച്ചാതെ കടന്നുറങ്ങുന്ന ആളിൽ ഒരു ദുആക്ക് ഇജാബത്തുള്ള ആളുണ്ട് ഉണ്ടാവില്ല. അങ്ങനെ സംഭവം ഉണ്ടാവില്ല. സ്വാലിഹീങ്ങളൊക്കെ രാവിലെ നേരത്തെ എഴുന്നേൽക്കും. ഒന്ന്. രണ്ടാമത്തേത്, പാരമ്പര്യമായി പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കൽ ശീലിച്ചു വന്ന ചില ഗുരുക്കന്മാരും അവരെ തുടർന്ന ആളുകളും പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കും. പാരമ്പര്യശീലം. മുസ്ലിങ്ങളാവണമെന്നില്ല, അല്ലാതെ തന്നെ പാരമ്പര്യശീലം വെച്ചു പോരുന്നവർ. ഗുരു നിത്യചൈതന്യതി ഉദാഹരണം. രാവിലെ 4 മണിക്ക് ക്ലാസ് ആരംഭിക്കുമായിരുന്നു. 8 മണി വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. 8 മണി കഴിഞ്ഞാൽ പിന്നെ ചെല്ലുന്ന ഒരാൾക്ക് സംശയത്തിന്റെ മറുപടി പോലും പറഞ്ഞു കൊടുക്കൂല. പിറ്റേന്ന് രാവിലെ 4 മണിക്ക് വരാൻ പറയും. പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുക. അപ്പൊ പാരമ്പര്യമായി അങ്ങനെ ശീലമുള്ളത്. 3ഉം 4ഉം അത്ഭുതമാണ്. 3ാമത്തെ കൂട്ടരും 4ാമത്തെ കൂട്ടരും അത്ഭുതമാണ്. 3ാമത്തെ ആരാന്നറിയങ്ങള്? തൊട്ടിൽ കിടക്കുന്ന കുട്ടികൾ. ചെറിയ കുട്ടി. ചെറിയ എല്ലാ കുട്ടികളും ഉണരുന്നത് സുബഹിന്റെ അല്പം മുമ്പായിരിക്കും. പെരയില് കുട്ടിയുള്ളവർക്ക് ഇന്ന് പോയിട്ട് അലാറം വെച്ചിട്ട് നീച്ചിട്ട് നോക്കാം. അലാറം വെച്ചാലേ നമ്മൾ നീച്ചുള്ളൂ, അതുകൊണ്ട് പറഞ്ഞാണ് ഇന്ന് പോയിട്ട് നോക്കാം. സുബഹിന്റെ മുമ്പ് ഉണരും. തൊട്ടിലിൽ കിടക്കുന്ന പാല് കുടിക്കുന്ന ഏത് കുട്ടിയും ഉണരും സുബഹിന്റെ മുമ്പ്. കുട്ടികൾ പെരയിലുള്ളവര് ഇന്ന് പോയിട്ട് നോക്കിക്കോളി. എല്ലാ കുട്ടികളും. എന്താ കാരണം? അള്ളാഹു കുട്ടികൾക്ക് വലിയ സംരക്ഷണം ഏർപ്പെടുത്തുന്നു എന്നതാണ് കാരണം.